നമസ്കാരം. ഏവരും കാത്തിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് 2:30-ക്ക് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അവസരങ്ങൾ കിട്ടാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നത് തന്നെയാണ്. മറ്റൊന്നാണ് വ്യാപകമായിട്ടുള്ള ലൈംഗിക ചൂഷണം. അതുപോലെ തന്നെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കും എന്നൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. എന്തായാലും റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ നടി രഞ്ജിനി ഹൈക്കോടതിയിൽ സമർപ്പിച്ച തടസ്സ ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണിത്. ചൊവ്വാഴ്ച അവധിയായതിനാൽ കൂടിയാണ് റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുന്നത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെയാണ് റിപ്പോർട്ട് കൈമാറിയത്. 233 പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് ഉണ്ടായിരുന്നില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. 165 മുതൽ 196 വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തില്ല. അതേസമയം മൊഴികൾ അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടില്ല. എങ്കിലും സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമെന്നു തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചത്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് 2019 ഡിസംബർ 31-നാണ് സർക്കാരിന് കൈമാറിയത്. അതേസമയം സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെ ഇന്ന് തന്നെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമെന്ന് രഞ്ജിനിയുടെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച വരെയായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ കോടതി സമയം അനുവദിച്ചിരുന്നത്. എന്തായാലും തങ്ങൾ കൊടുത്ത മൊഴി തന്നെയാണോ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയെന്നത് അറിയില്ലെന്നും തങ്ങളെ കാണിക്കാതെ മൊഴി പുറത്തുവിടരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി തള്ളിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടിക്ക് വേണമെങ്കിൽ ഈ വിഷയം ഉന്നയിച്ച് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കോടതി വിധിക്ക് അനുസൃതമായിരിക്കും തുടർ നടപടികളെന്ന് ശനിയാഴ്ച സാംസ്കാരിക വകുപ്പിന്റെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശ അപേക്ഷകരെ അറിയിച്ചിരുന്നു. റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് നിയമപരമായി ഒരു തടസ്സവും സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ഇല്ലെന്നിരിക്കെ നടിയുടെ അഭ്യർത്ഥനയിൽ റിപ്പോർട്ട് തടഞ്ഞ SPIയുടെ നടപടിക്കെതിരെ അപേക്ഷകർ വിവരാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. പരാതിയിൽ SPIയോട് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൾ ഹക്കീം അടിയന്തര വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. നിർമ്മാതാവ് സജിമോൻ പാറയലിന്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ 11-ന് റിപ്പോർട്ട് പുറത്തുവിടുമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നത്. എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ശനിയാഴ്ച നടി രഞ്ജിനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതോടെ സർക്കാർ പിന്നോക്കം പോവുകയായിരുന്നു. എന്തായാലും ആദ്യ ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പല കാര്യങ്ങൾക്കും ഇവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരിക്കണം. അതുകൂടാതെ തന്നെ ലൈംഗികമായ ചൂഷണങ്ങൾ നിരവധി നടക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്.